ഇത് നമ്മളിവിടെ ഈ എന്താ പറയണ്ടോ, ഈ ഒരു വേദാന്ത വിചാര സത്രം 22-ാം തീയതി തുടങ്ങിയപ്പോൾ 23-ാം തീയതി തൊട്ട് യൂട്യൂബിലും തുടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട്, ഇന്നത്തെ ഇപ്പോൾ നാളെ, അങ്ങനെ പിറ്റേന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള പങ്കാളികളും ഉണ്ട്. അപ്പം അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു പ്രശ്നം, നമസ്തേ സ്വാമിജി, ലോകത്തിലെ ലക്ഷക്കണക്കിന് മലയാളി ഹിന്ദുക്കൾ ഈ കർക്കടക മാസത്തെ രാമായണ മാസമായി ആചരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിൽ രാമായണ സ്വരങ്ങൾ എന്ന പേരിൽ ഒരു രാമായണം വിമർശന കോളം പ്രസിദ്ധീകരിച്ചു വരുന്നു. നല്ലതാണ്. തീർച്ചയായിട്ടും ഒരു രാമായണ വിമർശനം പ്രതിദിനം പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ച മാധ്യമത്തെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും എന്തുദ്ദേശലക്ഷ്യമായാലും രാമായണത്തെയാണല്ലോ എടുക്കുന്നത്. അത് നമ്മൾ സന്തോഷപൂർവ്വം നോക്കി കാണുന്നു. 2500-ലധികം വർഷം മുമ്പ് ജനിച്ച ശ്രീബുദ്ധനെ അതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജനിച്ച ശ്രീരാമൻ കള്ളന്മാരെക്കാളും ഭയപ്പെടേണ്ടവനാണ് എന്ന് രാമായണത്തിൽ പറഞ്ഞു എന്ന് കോളത്തിൻ്റെ കൂലി എഴുത്തുകാരൻ മാധ്യമ ദിനപത്രത്തിൽ എഴുതിയിരിക്കുന്നു. കോളത്തിൻ്റെ കൂലി എഴുത്തുകാരനാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല, അറിയാത്തത് ആരോപിക്കാൻ പാടില്ല. എഴുതിയ ആളെന്നേ പറയാൻ പറ്റും. എഴുതിയ ആൾ, അത് എഴുതിയ ആൾ, ആ പേരെനിക്കറിയില്ല, ഇതിലും പറഞ്ഞിട്ടില്ല. കൂലി എഴുത്തുകാരെന്ന് പറയരുത്, അതൊരു സുഖമില്ലാത്ത പദപ്രയോഗമാണ്. എഴുത്തുകാരൻ. അയോധ്യാകാണ്ഡത്തിൽ 109-ാം അധ്യായം 34-ാം ശ്ലോകം, ജാബാലി ശ്രീരാമ സംവാദത്തിൽ യഥാഹി ചോരഃ സ തഥാഹി ബുദ്ധ എന്ന് രാമൻ ബുദ്ധനെ വിമർശിക്കുന്നുവത്രേ. ചോദ്യം, ഈ ജാബാലി രാമസംവാദം പിൽക്കാലത്ത് രാമായണത്തിൽ കൂട്ടിച്ചേർത്തതാണോ? രാമായണത്തിലെ സീതാപക്ഷം, ദളിത് പക്ഷം എന്നൊക്കെ പറഞ്ഞ് രാമനെ വിമർശിക്കുന്നവരാണ് ഈ മാധ്യമപത്രത്തിലെ കോളത്തിൻ്റെ ശൈലി. വിമർശിക്കുന്നതാണ് ഈ മാധ്യമപത്രത്തിലെ കോളത്തിൻ്റെ ശൈലി. സാധാരണ ഹിന്ദുക്കളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നതാണ് ഈ പത്രത്തിൻ്റെ പിന്നിലുള്ളവരുടെ ഉദ്ദേശ്യമെന്ന് തോന്നുന്നു. ഈ കാര്യത്തിൽ സ്വാമിജിയുടെ അഭിപ്രായം പങ്കുവയ്ക്കാമോ? അഭിപ്രായം തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം. ഇതിൽ ജാബാലി രാമസംവാദം പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണെന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ അതിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ശ്ലോകങ്ങളിൽ ബുദ്ധനെ സംബന്ധിച്ചെന്ന് വ്യാഖ്യാനിക്കാവുന്ന ശ്ലോകം, അത് ബുദ്ധനെ സംബന്ധിച്ചാണ് എങ്കിൽ കൂട്ടിച്ചേർത്തതാണ്. കാരണം ശ്രീരാമനും ആദി കാവ്യകാരനായ വാൽമീകി മഹർഷിക്കും എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ബുദ്ധൻ്റെ ആഗമനം. ബുദ്ധൻ വന്നു പോയിട്ട് 2.5 സഹസ്രാബ്ദമാണ് ആയത്. 2.5 സഹസ്രാബ്ദമായിട്ടേ ഉള്ളൂ. എന്നിരിക്കെ ശ്രീരാമൻ ബുദ്ധനെ പ്രകീർത്തിക്കുകയോ നിന്ദിക്കുകയോ രണ്ടുമില്ലല്ലോ. ശ്രീരാമൻ്റെ കാലം എത്ര 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 മുമ്പിലാണ്. ഇനി അതൊക്കെ നിങ്ങളുടെ വിശ്വാസം മാത്രമാണ് എന്ന് പറയുകയാണെങ്കിൽ ശരി, വാൽമീകി രാമായണം അനേക സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണെന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചുള്ള വിഷയമാണ്. അതിലെങ്ങനെയാണ് ബുദ്ധനെ പറ്റി പറയുക? എന്നാൽ ബുദ്ധനെ പറ്റി വിമർശിക്കുന്നു എന്ന് നമുക്ക് തോന്നിക്കുന്നതും വിവിധ വ്യാഖ്യാതാക്കൾ അപ്രകാരം വ്യാഖ്യാനിച്ചിട്ടുള്ളതുമായ ശ്ലോകമുണ്ട്. അത് സത്യമാണ്. അങ്ങനെയുള്ള ശ്ലോകം അത് പ്രക്ഷിപ്തമായി ചേർന്നതാവാം. അതിനുള്ളൊരു സാഹചര്യം ബൗദ്ധത്തിൻ്റെ അതിപ്രസരം സംഭവിക്കുകയും പരിവർത്തനം കൊതിച്ച സമൂഹം
കൂട്ടം കൂട്ടമായി ബൗദ്ധത്തെ സമാശ്ലേഷിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ പ്രതിപ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ശങ്കര ഭാഷ്യങ്ങൾ, ഭഗവാൻ ഭാഷ്യകാരൻ്റെ പ്രവൃത്തികൾ, അതിനെ തുടർന്ന് അതിൽ നിന്ന് ഉത്തേജനം സ്വീകരിച്ചുകൊണ്ട് ധാരാളം വിദ്വാൻമാർ പ്രതിവാദങ്ങൾ സംഘടിപ്പിക്കുക, ഖണ്ഡന രീതിയിൽ യുക്തിപൂർവമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുക, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർത്തും ആശയപരമായ സംവാദങ്ങൾ. ആ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രക്ഷിപ്തങ്ങൾ ചേർക്കപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കാം. ഒരിക്കലും ശ്രീരാമൻ്റെ കാലത്തോ വാൽമീകിയുടെ രചനയിലോ ശ്രീബുദ്ധനെ പറ്റി അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയില്ല എന്നുള്ളത് ഏതൊരു ബാലനും വിദ്വാനും ഒരുപോലെ മനസ്സിലാക്കാവുന്നതാണ്. സന്ദർഭം, വനവാസത്തിൽ നിന്ന് രാമനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഭരതൻ ആവുന്നതെല്ലാം പറഞ്ഞു. എന്തു തന്നെ ഭരതൻ പറഞ്ഞിട്ടും ശ്രീരാമചന്ദ്രൻ വഴങ്ങുന്നില്ല. തൻ്റെ സത്യത്തിൽ, തൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുന്നു രാമൻ. ഈ സന്ദർഭത്തിൽ ഭരതൻ്റെ പക്ഷത്തിനെ സമർത്ഥിച്ചുകൊണ്ടും അച്ഛൻ്റെ വാക്യത്തെ സത്യപ്പെടുത്താൻ വേണ്ടി നീ ചെയ്യുന്ന പ്രവൃത്തി ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ടും ദശരഥൻ്റെ സഭയിലെ വിദ്വാൻമാരുടെ കൂട്ടത്തിൽപ്പെട്ട ജാബാലി സുദീർഘമായ നാസ്തികവാദപരവും ധർമ്മനിന്ദാപരവുമായ വാക്യങ്ങൾ പറയുന്നുണ്ട്. അവയെല്ലാം കേട്ട് വളരെയധികം വിഷമത്തോടും ഒട്ടു രോഷത്തോടും കൂടി രാമൻ സഭയിൽ വെച്ച് ജാബാലിയോട് മറുപടി പറയുന്നുണ്ട്. ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന, സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഭാഷണമാണ് രാമൻ ചെയ്തത്. ആ കൂട്ടത്തിലാണ് ഈ ഒരു പരാമൃഷ്ടമായിരിക്കുന്ന ശ്ലോകം വരുന്നത്. അത് നമുക്ക് നോക്കൂ. അവിടെ സത്യം, ധർമ്മം, ഈ സത്യധർമ്മങ്ങളുടെ പ്രാധാന്യം ആവർത്തിച്ച് പറഞ്ഞ് ഒരു കാരണവശാലും ഞാൻ എടുത്ത സത്യപ്രതിജ്ഞയിൽ നിന്ന് പിന്മാറില്ല എന്ന് രാമൻ പറയുകയാണ്. അപ്പം ഇത് രാമൻ പറയുന്ന വാക്യങ്ങളുടെ ഒരു ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ജാബാലിയുടെ വാക്യങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം. ജാബാലി സത്യത്തിനും ധർമ്മത്തിനും എതിരായിട്ടാണ് പറഞ്ഞത്. സത്യപാലനത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അത് വളരെ ആ വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. വിശദമായി വ്യാഖ്യാനിക്കാൻ സമയമില്ല. വിശദമായി വ്യാഖ്യാനിക്കുമ്പോഴത്തേക്കൊരു 5-6 മണിക്കൂർ വേണം. അത്രയും ശ്ലോകങ്ങളുണ്ട്. അർത്ഥം മാത്രം പറയാം. ആദ്യം ജാബാലിയുടെ വാക്യങ്ങളൊന്ന് കേൾക്കുക. ആശ്വാസയന്തം ഭരതം ജാബാലിർബ്രാഹ്മണോത്തമഃ ഉവാച രാമം ധർമ്മജ്ഞം ധർമാപേതമിദം വചഃ.
ഭരതനെ ആശ്വസിപ്പിച്ചുകൊണ്ടും, നേരെ തർജ്ജമയാണ് നമ്മൾ ചെയ്യാൻ പോണത്, ഭരതനെ ആശ്വസിപ്പിച്ചുകൊണ്ടും ധർമ്മവിരുദ്ധമായ ഉപദേശം രാമന് നൽകിക്കൊണ്ടും ജാബാലി രാമനോട് ഇപ്രകാരം പറഞ്ഞു: സാധു രാഘവമാഭൂത്തേ ബുദ്ധിരേവം നിരർത്ഥിക പ്രാകൃതസ്യ നരസ്യേവ ഹ്യാര്യബുദ്ധേസ്തപസ്വിനഃ. ഹേ രാഘവ, നിനക്ക് നിരർത്ഥികയായ ഈ ബുദ്ധി വരാതിരിക്കട്ടെ. ഒരർത്ഥവും ഇല്ലാത്ത ഈ ബുദ്ധി വരാതിരിക്കട്ടെ. സത്യധർമ്മങ്ങളെ പരിപാലിക്കുമെന്നുള്ള നിരർത്ഥികമായ ബുദ്ധി വരാതിരിക്കട്ടെ. ഒരു പ്രാകൃതനായ മനുഷ്യനെ പോലെ, തീർത്തും പ്രാകൃതനായ മനുഷ്യനെ പോലെ, തപസ്വിയും ആര്യബുദ്ധിയുമായ നിനക്ക് എങ്ങനെയാണ് ഈ ചിന്ത വരുന്നത്? നീ ആര്യബുദ്ധിയല്ലേ, ശ്രേഷ്ഠമായ ബുദ്ധിയോടൊത്തവനല്ലേ, നീ തപസ്വിയല്ലേ, അങ്ങനെ നിനക്ക് എങ്ങനെയാണ് ഈ പ്രാകൃതമായ ചിന്ത വരുന്നത്? അത് നിനക്ക് യോജിച്ചതല്ല. കസ്യ പുരുഷോ ബന്ധു കിമാപ്യം കസ്യ കേനചിത് യദേകോ ജായത്തെ ജന്തു ഏക ഏവ വിനശ്യതി. ഏത് മനുഷ്യൻ ആർക്ക് ബന്ധുവാണ്? എന്താ നമുക്ക് നേടാനുള്ളത്? മറ്റാരാലെങ്കിലും? ജന്തു ഒറ്റയ്ക്ക് ജനിക്കും, ഒറ്റയ്ക്ക് മരിക്കും. ശരിയല്ലേ? ഒറ്റയ്ക്ക് ജനിക്കും, ഒറ്റയ്ക്ക് മരിക്കും. പിന്നെ ആരാർക്ക് ബന്ധു? തസ്മാൻ മാതാപിതാ ചേതി രാമസജ്ജേതയോ നരഃ ഉന്മത്ത ഇവ സജ്ഞേയോ നാസ്തി കശ്ചിദ്ധി കസ്യചിത്. അതുകൊണ്ട് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്നൊക്കെ ആരാണോ സംഘം ചെയ്യുന്നത് അവർ ഉന്മത്തനെ പോലെയുള്ളവനാണ്. ആർക്കും ആരുമായും ബന്ധമില്ല, ആർക്കും ആരുമായും ബന്ധമില്ല. യഥാ ഗ്രാമാന്തരം ഗച്ഛൻ നര കശ്ചിത് ക്വചിത് വസേത് ഉത്സൃജ്യ ച തമാവാസം പ്രതിഷ്ഠേതാപരേഹനേ ഏവമേവ മനുഷ്യാണാം പിതാ മാതാ ഗൃഹം വസു ആവാസമാത്രം കാകുസ്ഥ സജ്ജന്തേനാത്ര സജ്ജനാഃ. ഒരു വഴിയാത്രക്കാരൻ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്രയാകുമ്പോൾ ഒരു താമസ സ്ഥലത്തെ ഉപേക്ഷിച്ച് മറ്റൊരു വാസസ്ഥലത്തെ സ്വീകരിക്കും. ഇതുപോലെ മനുഷ്യന്മാർക്ക് അച്ഛൻ, അമ്മ, ഗൃഹം, സമ്പത്ത് എന്നിവ വന്നു പോകുന്നു. അവ കേവലം ആവാസമാത്രമാണ്, സ്ഥിരം അല്ല. പിത്ര്യം രാജ്യം പരിത്യജ്യ സനാർഹസി നരോത്തമ ആസ്ഥാതും കാപഥം ദുഃഖം വിഷമം ബഹുകണ്ടകം. എന്നിരിക്കെ പിത്ര്യമായിരിക്കുന്ന രാജ്യത്തെ ഉപേക്ഷിച്ച് തിരിച്ചറിയാത്ത വഴിയെ സ്വീകരിച്ചുകൊണ്ട് അനേകം കഷ്ടപ്പാടുകളെ അനുഭവിക്കുന്നത് നിനക്ക് യോഗ്യമല്ല. അതിൽ പരസ്പര വിരുദ്ധതയുണ്ട്. അച്ഛനില്ലാച്ചാൽ പിന്നെ അച്ഛൻ തന്ന രാജ്യം വേണോ? അച്ഛനുള്ളതുകൊണ്ടാണല്ലോ അച്ഛൻ തന്ന രാജ്യം സ്വീകരിക്കേണ്ടത്. അപ്പോൾ അച്ഛനൊന്നും മാനിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ തന്ന രാജ്യം എന്തിനാ അനുഭവിക്കുന്നത്? അതവിടെ വിരുദ്ധതയാണ് ജാബാലിയുടെ. സമൃദ്ധായാം അയോധ്യായാം ആത്മാനമഭിഷേചയ ഏകവേണീധരാഹി ത്വാം നഗരീ സംപ്രതീക്ഷതേ. അതുകൊണ്ട് ഹേ രാമ, സമൃദ്ധമായ അയോധ്യയിൽ രാജാവായി നീ അഭിഷിക്തനായാലും അയോധ്യാനഗരി മുഴുവൻ ഏകവേണീ
ധരയായി നിന്നെ പ്രതീക്ഷിക്കുന്നു. എന്താ ഏകവേണീധര എന്ന് പറഞ്ഞാൽ? ഏകവേണീധര എന്ന് പറഞ്ഞാൽ തലമുടി ചീകി ഒതുക്കി കെട്ടാതെ അലങ്കരിക്കാതെ വിരഹിണിയായ വധു കഴിയുന്നത് പോലെ നിന്നെ അയോധ്യ പ്രതീക്ഷിക്കുന്നു എന്നർത്ഥം. രാജഭോഗാനനുഭവൻ മഹാർഹാൻ പാർത്ഥിവാത്മജ വിഹരത്വമയോധ്യായാം യഥാശക്രസ്ത്രിവിഷ്ടവേ. ഹേ രാമ, മഹാർഹങ്ങളായ ശ്രേഷ്ഠങ്ങളായ രാജഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് ദേവേന്ദ്രൻ സ്വർഗലോകത്തിൽ എന്ന പോലെ നീ അയോധ്യയിൽ വാണരുളിയാലും. ന തേ കശ്ചിത് ദശരഥ ത്വം ച തസ്യ ന കശ്ചന അന്യോ രാജാ ത്വമന്യശ്ച തസ്മാത് കുരു യദുച്യതേ. നിന്റെ ആരുമല്ല ദശരഥൻ, നീ ദശരഥൻ്റെ ആരുമല്ല. രാജാവ് വേറെ, നീ വേറെ. അന്യോ രാജ ത്വം അന്യശ്ച, രാജാവൊന്ന് വേറെ, നീ ഒന്ന് വേറെ. അതുകൊണ്ട് ഞാൻ പറയണത് കേട്ടോളൂ. അപ്പോൾ ചോദ്യമില്ല, നീ ആരാന്ന് ചോദിക്കണ്ടേ? ബീജമാത്രം പിതാ ജന്തോഃ ശുക്ലം രുധിരമേവ ച സംയുക്തം ഋതുമന്മാത്രാം പുരുഷസ്യേഹ ജന്മ തത്. ജന്തുവിൻ്റെ ബീജം മാത്രമാണ് പിതാവ്. ഋതുമതിയായ സ്ത്രീയുടെ രുധിരവും, രുധിരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അണ്ഡമാണ്, പുരുഷന്റെ ശുക്ലവും ചേരുമ്പോൾ മനുഷ്യന് ജന്മം ലഭിക്കുന്നു. അത്രയേ ഉള്ളൂ. ഗതസ്സ നൃപതിസ്തത്ര ഗന്ധവ്യം യത്ര തേന വൈ പ്രവൃത്തിരേഷാമർത്യാനാം ത്വം ത്വമിഥ്യാവിഹന്യസേ. മനുഷ്യൻ എവിടെയാണോ അവസാനം എത്തിച്ചേരേണ്ടത് അവിടെ ദശരഥൻ എത്തിച്ചേർന്നു വെച്ചാൽ മരിച്ചു. ഇനി നീ നിന്റെ പ്രവൃത്തി ചെയ്തോളൂ, വെറുതെ വിഡ്ഢിത്തായിട്ട് ദുഃഖിക്കേണ്ടതില്ല. അർത്ഥധർമ്മപരായേ താം ശോചാമി നേതരൻ തേഹി ദുഃഖമിഹ പ്രാപ്യ വിനാശം പ്രേത്യഭേജിരേ. അർത്ഥമെന്ന നിലയ്ക്ക് ധർമ്മത്തെ സ്വീകരിച്ച് കഴിയുന്ന മനുഷ്യന്മാരെ കുറിച്ചോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ധർമ്മത്തെ പ്രധാനമായി കണക്കാക്കി ജീവിക്കുന്നവരെ കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. അവർക്ക് ഇവിടെയും ദുഃഖമാണ്, മരിച്ചാലും ദുഃഖമാണ്. അഷ്ടകാപിതൃദൈവത്യം ഇത്യയം പ്രസൃതോ ജനഃ അന്നസ്യോപദ്രവം പശ്യ മൃതോ ഹി കിമശിഷ്യതേ. ഈ ജനങ്ങൾ അഷ്ടകശ്രാദ്ധം, പിതൃശ്രാദ്ധം എന്നൊക്കെ പറഞ്ഞ് ശ്രാദ്ധം ചെയ്യുന്നു, പിണ്ടദാനം ശ്രാദ്ധമൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ അന്നത്തെ നശിപ്പിക്കുകയാണ്. മരിച്ചവൻ ഭക്ഷണം കഴിക്കുമോ? മരിച്ച ആൾ ഭക്ഷണം കഴിക്കുമോ? പിന്നെ എന്തിനാ പിണ്ടമൊക്കെ വെറുതെ അന്നത്തെ നശിപ്പിക്കുക? യദി ഭുക്തമിഹാന്യേന ദേഹമന്യസ്യ ഗച്ഛതി ദദ്യാത് പ്രസവത ശ്രാദ്ധം ന തത്പഥ്യശനം ഭവേത്. ഒരാളാൽ ഭക്ഷിക്കപ്പെട്ടത് മറ്റൊരാൾക്ക് എങ്ങനെ കിട്ടും? ശ്രാദ്ധത്തിൽ ധാരാളം പേര് ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ അതെങ്ങനെയാ പോയാൾക്ക് കിട്ടുക? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിച്ചാൽ പോരെ? എന്തിനാ പൊതിച്ചോറ് വഴിയാത്രക്കാരന്?
ഒരാൾ വഴിയാത്രയ്ക്ക് പോകുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാ അത്? വീട്ടിലൊരു പടി നിന്ന് കഴിച്ചാൽ പോരെ? എന്നാൽ വഴി പോകുന്ന ആൾക്ക് വിശപ്പ് മാറില്ലേ? അത്ര വിഡ്ഢിത്തരാണെന്ത് ശ്രാദ്ധ കൂട്ടണം, അത്ര വിഡ്ഢിത്താണ്. ദാനസമ്പന്നനാഹ്യേതേ ഗ്രന്ഥാമേധാവിഭികൃത യജസ്വദേഹി ദീക്ഷസ്വ തപസ്തപ്യസ്വ സംത്യജ. യാഗം ചെയ്യൂ, ദാനം കൊടുക്കൂ, ദീക്ഷ സ്വീകരിക്കൂ, തപസ് ചെയ്യൂ, സന്യസിക്കൂ. ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ നല്ല ബുദ്ധിയുള്ളവർ എഴുതി വെച്ച പരിപാടികളാണ്. ആളെ പറ്റിക്കാൻ വേണ്ടി ബുദ്ധിയുള്ളവർ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാണ് ഇതൊക്കെ. സ നാസ്തി പരമിത്യേവ കുരുബുദ്ധി മഹാമതേ പ്രത്യക്ഷം യത്തദാദിഷ്ട പരോക്ഷം പൃഷ്ഠത കുരു. അതുകൊണ്ട് രാമ, നീ ബുദ്ധിയുള്ളവനല്ലേ, ഇതൊന്നും കേമായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കി പ്രത്യക്ഷമായി കാണുന്നതിനെ നീ ആചരിച്ചു കൊള്ളൂ, പ്രത്യക്ഷമല്ലാത്തതിനെ ഉപേക്ഷിക്കൂ. സതാം ബുദ്ധിം പുരസ്കൃത്യ സർവലോകനിദർശിനീം രാജ്യം ത്വം പ്രതിഗൃഹണീഷ്വ ഭരതേന പ്രസാദിതഃ. അതുകൊണ്ട് ഹേ രാമ, നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ ഭരതനാൽ പ്രസാദിപ്പിക്കപ്പെട്ടവനായ നീ ഉടനെ രാജ്യത്തെ സ്വീകരിക്കുക. എല്ലാ ലോകത്തിനും നല്ലൊരു മാതൃകയെ കാണിക്കുക. ഇതാണ് ജാബാലിയുടെ ഉപദേശം. അപ്പം ഇത് കേട്ടിട്ട് രാമൻ സത്യത്തെ പുകഴ്ത്തുന്നുണ്ട്. ഭാഗം വായിക്കാൻ വെച്ചാൽ കുറേ ഉണ്ട്. വളരെ വേഗത്തിലൊന്ന് വായിക്കാം. ജാബാലേസ്തു വച ശ്രുത്വാ രാമ സത്യാത്മനാംബരഃ ഉവാച പരയാ ഭക്തിയാ സ്വബുദ്ധ്യാ ചാവിപന്നയാ. ജാബാലിയുടെ വാക്ക് കേട്ട് സത്യാത്മാക്കളിൽ ശ്രേഷ്ഠനായ രാമൻ പരമമായ ഭക്തിയോടുകൂടെ സ്വബുദ്ധിയോടുകൂടെ അവിചലമായ ബുദ്ധിയോടുകൂടെ ഈ വാക്കുകളെ പറഞ്ഞു. സ്വബുദ്ധിയാണ്, ഒരിക്കലും വികാരപ്പെട്ടിട്ടില്ല, വൈകാരികമായ ഒരു ഭാവവും ഇല്ലാതെ രാമൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭവാൻ മേ പ്രിയകാമാർത്ഥം വചനം യതി ഹോക്തവാൻ അകാര്യം കാര്യസങ്കാശം അപഥ്യം പഥ്യസംഹിതം. ഭവാൻ എൻ്റെ പ്രിയത്തിനായിക്കൊണ്ട് ഇവിടെ എന്തു പറഞ്ഞോ അത് കാര്യം പോലെ പറയപ്പെട്ട അകാര്യമാണ്, പഥ്യം പോലെ പറയപ്പെട്ട അപഥ്യമാണ്. നിർമര്യാദസ്തു പുരുഷ പാപാചാരസമന്വിതഃ മാനം ന ലഭസേ സത്സു ഭിന്നചാരിത്ര ദർശനഃ. മര്യാദയില്ലാത്ത മനുഷ്യൻ, പാപാചാരത്തോടു കൂടിയവൻ ഒരിക്കലും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനിക്കപ്പെടുക ഇല്ല. അനാര്യസ്തു ആര്യസങ്കാശ ശൗചാധീനസ്തഥാ ശുചി ലക്ഷണ്യവദലക്ഷണ്യോ ദുശ്ശീലശീലവാനിവ. ശ്രേഷ്ഠനല്ലാത്തവൻ ശ്രേഷ്ഠനെ പോലെ നടക്കുന്നു, അശുചിയായവൻ ശുദ്ധനെ പോലെ നടക്കുന്നു, ലക്ഷണം കെട്ടവൻ ലക്ഷണയുക്തനെ പോലെ നടക്കുന്നു, ദുശ്ശീലൻ ശീലവാനെ പോലെ നടക്കുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? രാജസദസ്സിലെ വിദ്വാനാണ് നീ. ഇപ്പം രാജസദസ്സിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് വിദ്വാൻമാരാവേണ്ടത്. അത് നേരെ വിപരീതമാണ് നിൻ്റെ കയ്യിലിരിപ്പ് എന്ന അർത്ഥം. അധർമ്മം ധർമ്മവേഷേണ യദീമം ലോകസങ്കരം അഭിപത്സ്യേ ശുഭം ഹിത്വാ ക്രിയാവിധി വിവർജിതം കശ്ചേതയാന പുരുഷ കാര്യകാര്യവിചക്ഷണഃ ബഹുമംസ്യതി മാം ലോകേ ദുർവൃത്തം ലോകദൂഷണം. ശുഭമായതിനെ ഉപേക്ഷിച്ച് ക്രിയാവിധികളെ മുഴുവൻ ഒഴിവാക്കി ലോകത്തെ ഇളക്കി മറിക്കും വിധം
അധർമ്മത്തെ ധർമ്മമാണെന്ന് വിചാരിച്ച് ഞാൻ സ്വീകരിച്ചാൽ, അതായത് നിന്റെ ഉപദേശം സ്വീകരിച്ചാൽ, കാര്യാകാര്യ വിചക്ഷണനും ബുദ്ധിയുള്ളവനുമായ ആരാണ് ദുർവൃത്തനും ലോകദൂഷണനുമായ എന്നെ ബഹുമാനിക്കുക? അപ്പം നിന്റെ ഉപദേശം കേട്ടാൽ ഞാൻ ദുർവൃത്തനും ലോകദൂഷണനുമായി മാറുന്ന പറയണം. കസ്യ യാസ്യാമ്യഹം വൃത്തം കേന വാ സ്വർഗമാപ്നുയാം അനയാ വർത്തമാനോഹം വൃത്യാഹീന പ്രതിജ്ഞയാം. ഏതൊരു വൃത്തം കൊണ്ട് ഞാൻ അഹം ഹീനപ്രതിജ്ഞയാ അനയാ വൃത്തിയ, പ്രതിജ്ഞയെ ലംഘിക്കുന്ന ഈ പ്രവൃത്തി കൊണ്ട് ഞാൻ എങ്ങനെയുള്ളവനായി വർത്തിക്കും? ഞാൻ എങ്ങനെ സ്വർഗത്തെ പ്രാപിക്കും പ്രതിജ്ഞയെ ലംഘിച്ചാൽ? കാമവൃത്തസ്ത്വയം ലോക കൃത്സ്നസമുപവർത്തതേ. അങ്ങനെയായാൽ ഈ ലോകം മുഴുവൻ തോന്നിയോണം ജീവിക്കുന്നവരായി മാറും. രാമൻ അങ്ങനെയല്ലേ ചെയ്തത് എന്ന് വരെ ഉണ്ടാവും. യദ്വൃത്താ സന്ധി രാജാന തദ്വൃത്താ സന്ധി ഹി പ്രജാഹ. ഏത് വൃത്തിയാണോ രാജാക്കന്മാർ ആചരിക്കുന്നത്, പ്രജകൾ അതിനെ പിന്തുടരും. സത്യമേവാനുശംസം ച രാജവൃത്തം സനാതനം തസ്മാ സത്യാത്മകം രാജ്യം സത്യേ ലോകപ്രതിഷ്ഠിതഃ. സത്യമാണ് ശ്രേഷ്ഠം, അതാണ് രാജവൃത്തം, അതാണ് സനാതനം. അതുകൊണ്ട് സത്യാത്മകമാണ് രാജ്യം, സത്യത്തിലാണ് ലോകം മുഴുവൻ നിലകൊള്ളുന്നത്. ഋഷയശ്ചൈവ ദേവാശ്ച സത്യമേവ ഹി മേനിരേ സത്യവാദീ ഹി ലോകേസ്മിൻ പരമം ഗച്ഛതി ക്ഷയം. അതുകൊണ്ട് ഋഷിമാരും ദേവന്മാരും സത്യത്തെയാണ് പരമമായി മാനിച്ചത്. സത്യവാദി ഈ ലോകത്തിലും പരലോകത്തിലും മഹിമയെ പ്രാപിക്കുന്നു. ഉദ്ദിജന്തേ യഥാ സർപ്പാൻ നരാത് അനൃതവാദിനഃ ധർമ്മ സത്യം പരോ ലോകേ മൂലം സ്വർഗസ്യ ചോച്യതേ. സർപ്പത്തിൽ നിന്നുള്ളതിനേക്കാൾ അസത്യവാദിയിൽ നിന്ന് ജനം ഭയപ്പെടും. അതുകൊണ്ട് സത്യവും ധർമ്മവുമാണ് ലോകത്തിൽ പരമമായത് എന്ന് പറയപ്പെടുന്നു. സ്വർഗത്തിൻ്റെ മൂലവും സത്യമാണ്. സത്യമേവേശ്വരോ ലോകേ സത്യം പത്മാസമാശ്രിത സത്യമൂലാനി സർവാണി സത്യാന്യാസ്തി പരം പദം. സത്യമാണ് ലോകത്തിൽ ഈശ്വരൻ, സത്യം തന്നെയാണ് ലക്ഷ്മി ഭഗവതി. സകല ലോകങ്ങളും സത്യത്തെയാണ് സമാശ്രയിക്കുന്നത്. സത്യമാണ് പരമമായ പദം. സത്യത്തിൻ്റെ മഹിമാഖ്യാപനമാണ് ആവർത്തിച്ചു ചെയ്യുന്നത്. ദത്തമിഷ്ടം ഹുതം ചൈവ തപ്താനി ച തപാംസി ച വേദ സത്യപ്രതിഷ്ഠാന തസ്മാ സത്യപരോ ഭവേത്. ദാനം ചെയ്യപ്പെട്ടത്, ഹോമിക്കപ്പെട്ടത്, തപിക്കപ്പെട്ടത്, എല്ലാ തപസ്സുകളും എല്ലാ വേദങ്ങളും എല്ലാം സത്യത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് സത്യപരനായി തീരൂ. ഏകപാലയതേ ലോകം ഏകപാലയതേ കുലം മജ്ജത്യേകോ ഹി നിരയ ഏകസ്വർഗേ മഹീയതേ. സത്യമൊന്നാണ് ലോകത്തെ പാലിക്കുന്നത്, സത്യമൊന്നാണ് കുലത്തെ പാലിക്കുന്നത്. ഒരുവനാണ് നരകത്തിൽ മുങ്ങുന്നത്, ഒരുവനാണ് സ്വർഗത്തിൽ ഉയരുന്നത്. ആരാണ്? സത്യത്തെ പാലിക്കുന്നവനും സത്യത്തെ ഉപേക്ഷിക്കുന്നവനും. സോഹം പിതുർനിയോഗം തു കിമർത്ഥം ജ്ഞാനോ ബാലയേ സത്യപ്രതിശ്രവ സത്യം സത്യേന സമയീകൃതഃ. സത്യത്തെ ആലംബമാക്കി ജീവിക്കുന്നവനാണ് ഞാൻ. അച്ഛനോട് സത്യവാഗ്ദത്തം ചെയ്തവനാണ് ഞാൻ.
അത് സത്യത്തിലൂടെ ഞാൻ പാലിക്കുന്നു, അല്ലാതെ എന്താണ് ചെയ്യുക? നൈവ ലോഭാന്ന മോഹാദ്വ നഹ്യജ്ഞാനാത്തമോന്വിതഃ സേതും സത്യസ്യ ഭേത്സ്യാമി ഗുരോ സത്യപ്രതിശ്രവഃ. അച്ഛനോട്, അതായത് ഗുരുവിനോട്, ഗുരു എന്ന് പറഞ്ഞാൽ അച്ഛനാണ്, ഗുരുവിനോട് സത്യപ്രതിശ്രവനായ ഞാൻ തമസ്സിന്, അതായത് അജ്ഞാനത്തിന് വശകനായിട്ട് സത്യത്തിൻ്റെ സേതുവെ ലോഭം കൊണ്ട് ഭേദിച്ചാൽ, ഭേദിക്കുകയില്ല, ഒരിക്കലും ഭേദിക്കുകയില്ല. മോഹം കൊണ്ട് ഞാനത് ചെയ്യില്ല, അജ്ഞാനം കൊണ്ടും ഞാനത് ചെയ്യില്ല. അജ്ഞാനം കൊണ്ടും മോഹം കൊണ്ടും ഞാൻ അച്ഛന് കൊടുത്ത സത്യവാക്യത്തെ ലംഘിക്കുക എന്നുള്ളത് ചെയ്യില്ല. അസത്യസന്ധസ്യ സത ചലസ്യ സ്ഥിരചേതസഃ നൈവ ദേവാന പിതര പ്രതീച്ഛന്തി നശ്രുതം. സത്യസന്ധനല്ലാത്തവൻ്റെ അസ്ഥിരചിത്തൻ്റെ ദാനം പിതൃക്കളോ ദേവന്മാരോ സ്വീകരിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. പ്രത്യഗാത്മമിമം ധർമ്മ്യം സത്യം പശ്യാമ്യഹം സ്വയം ഭാരസത്പുരുഷാചീർണ തദർത്ഥമഭിനന്ദ്യതേ. ഞാൻ സത്യത്തെ, ധർമ്മത്തെ സ്വയം പ്രത്യേകാത്മാവായിട്ടാണ് അറിയുന്നത്. സത്യമാണ് ആത്മാവ്, ധർമ്മമാണ് ആത്മാവ്. സത്പുരുഷന്മാരനുഷ്ഠിച്ച എല്ലാ തപസ്സുകളും സത്യപാലനത്തിന് വേണ്ടിയാണ്. അവരെന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ടോ ലോകത്തിൽ, അതൊക്കെ സത്യപാലനത്തിന് വേണ്ടിയാണ്. ക്ഷാത്രം ധർമ്മമഹം ത്യക്ഷ്യേ ഹ്യധർമ്മം ധർമ്മസംഹിതം ക്ഷുദ്രൈനൃശംസൈലുബ്ധൈശ്ച സേവിതം പാപകർമ്മഭിഃ. ക്ഷുദ്രന്മാരും, വളരെ ശ്രദ്ധിക്കണേ ഈ വാക്യം, ഇവിടുന്നാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ക്ഷുദ്രന്മാരും പാപികളും ലുബ്ധന്മാരും പാപകർമാചാരയുക്തന്മാരും ആയവരാൽ അനുഷ്ഠിക്കപ്പെട്ട ക്ഷാത്രധർമ്മം ഞാൻ സ്വീകരിക്കുകയില്ല. ഇത് പലരും രാമൻ ക്ഷാത്രധർമ്മം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. ഒരിക്കലും ക്ഷാത്രധർമ്മം സ്വീകരിക്കില്ല, ഉപേക്ഷിക്കുന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ലുബ്ധന്മാരും പാപികളും ക്ഷുദ്രന്മാരും ദുഷ്ടന്മാരുമായവർ അനുഷ്ഠിച്ച ക്ഷാത്രധർമ്മം ഞാൻ അനുഷ്ഠിക്കില്ല. അവർ അച്ഛനെ തടങ്കലിലിട്ടിട്ടൊക്കെ ഭരണം ഏറ്റെടുത്തിട്ടുണ്ടാവും, ഞാൻ ചെയ്യില്ല. അതാണ്. കായേന കുരുതേ പാപം മനസാ സംപ്രധാരയൻ അനൃതം ജിഹ്വയാ ചാഹ ത്രിവിധം കർമ്മപാതകം. ശരീരം കൊണ്ട് പാപം ചെയ്യുന്നു, മനസ്സുകൊണ്ട് അതിനെ ധരിക്കുന്നു, നാവ് കൊണ്ട് നുണ പറയുന്നു. ഇങ്ങനെ 3 പ്രകാരം കൊടും പാതകങ്ങളുണ്ട്. 3 പ്രകാരം കൊടും പാതകങ്ങളുണ്ട്. കായേന കുരുതേ പാപം മനസാ സമ്പ്രധാരയൻ അനൃതം ജിഹ്വയ. ഭൂമി കീർത്തിർ യശോ ലക്ഷ്മി പുരുഷം പ്രാർത്ഥയന്തി സ്വർഗസ്ഥം ചാനുപശ്യന്തി സത്യമേവ ഭജേതരുത്തത്. ഭൂമിയും കീർത്തിയും യശസ്സും ലക്ഷ്മിയും സത്യവാനായ പുരുഷനെയാണ് പ്രാർത്ഥിക്കുന്നത്. അവനെ സ്വർഗസ്ഥനായും കാണുന്നു. അതുകൊണ്ട് സത്യം ഭജിക്കേണ്ടതാകുന്നു. ശ്രേഷ്ഠം ഹ്യനാര്യമേവ സ്യാദ് യദ്ഭവാൻ അവധാര്യമാം ആഹ യുക്തി കരൈർവാക്യൈ ഇദം ഭദ്രം കുരുഷ്വഃ. ഭവാൻ, ഭവാന് ബഹുമാനപൂർവ്വം പറയണത്, ഭവാൻ എന്നോട് ശ്രേഷ്ഠമായത് എന്ന് ഉറപ്പിച്ച് യുക്തികരങ്ങളായ വാക്യങ്ങളെ കൊണ്ട് ഇത് ചെയ്യൂ എന്നീ വിധം പറഞ്ഞല്ലോ, അത് വാസ്തവത്തിൽ നികൃഷ്ടമാണ്. അനാര്യം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ആര്യം എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞത് അനാര്യമാണ്. കഥം ഹ്യഹം പ്രതിജ്ഞായ വനമാസമിമം ഗുരോഃ ഭരതസ്യ കരിഷ്യാമി വചോ ഹിത്വാ ഗുരോർവചഃ. ഞാൻ വനവാസം ഗുരുവിന് മുമ്പിൽ പ്രതിജ്ഞ ചെയ്ത് അതിനെ ലംഘിച്ച് ഭരതൻ്റെ വാക്യം എങ്ങനെ പാലിക്കും?
അച്ഛനോട് പ്രതിജ്ഞ ചെയ്തിട്ട് ഭരതൻ്റെ വാക്യം പാലിക്കാൻ എനിക്ക് കഴിയോ? ഏയ്. സ്ഥിരാമയ പ്രതിജ്ഞാത പ്രതിജ്ഞാ ഗുരുസന്നിധൗ പ്രഹൃഷ്ടമാനസാ ദേവി കൈകേയീ ചാഭവത്തദാ. സ്ഥിരബുദ്ധിയോടുകൂടിയാണ് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഗുരുസന്നിധിയിൽ എന്ന് മാത്രമല്ല, അത് കേട്ട് കൈകേയീ ദേവി, ദേവീ കൈകേയി, നോക്കണേ ആ ഭാഷ, കൈകേയീ ദേവി വളരെ പ്രസന്നയാവുകയും ചെയ്തിരുന്നു. സാക്ഷിയുണ്ടെന്ന് അർത്ഥം. കാരണം അച്ഛനിപ്പല്ലല്ലോ, അമ്മ സാക്ഷിയുണ്ടല്ലോ കൈകേയി, അതാണ് ഇപ്പോൾ അങ്ങനെ പറയണത്. വനവാസം വസന്നേവം ശുചിർനിയത ഭോജന മൂലപുഷ്പഫലൈ പുണ്യൈ പിതൃദേവാംശ തർപ്പയൻ സന്തുഷ്ട പഞ്ചവർഗോഹം ലോകയാത്രാം പ്രവർത്തയേ അകുഹശ്രദ്ധാനസൻ കാര്യവിചക്ഷണ. ഇപ്പം അങ്ങയുടെ ഉപദേശം ആവശ്യമില്ല എന്നാണ് പറയാൻ പോണത്. ഞാൻ കാര്യാകാര്യ വിചക്ഷണനാണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അറിയുന്നവനാണ്. അങ്ങനെയുള്ള ഞാൻ വളരെ ശുദ്ധിയോടുകൂടി നിയതഭോജനനായി, നിയതഭോജനൻ ഭക്ഷണത്തിൽ ചിട്ട പാലിച്ചുകൊണ്ട് ദേവന്മാരെയും മൂലപുഷ്പഫലങ്ങളെ കൊണ്ട് ദേവന്മാരെയും പിതൃക്കളെയും സന്തോഷിപ്പിച്ചു. മൂലപുഷ്പഫലങ്ങളെ കൊണ്ട് ദേവന്മാരെയും പിതൃക്കളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് 5 ഇന്ദ്രിയങ്ങളെയും വളരെ അടക്കി കാപട്യമില്ലാതെ ശ്രദ്ധയോടുകൂടി ഞാൻ വനവാസം അനുഷ്ഠിക്കാം. എന്നുവെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഉപദേശം ആവശ്യമില്ല എന്നാ. കാരണം കാര്യാകാര്യ വിചക്ഷണോഹം, ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള വിഷയത്തിൽ അറിവുള്ളവനാണ്. അതിൽ സംശയം വരുമ്പോൾ ചോദിക്കാം. കർമ്മഭൂമി ഇമാം പ്രാപ്യ കർത്തവ്യം കർമ്മ യച്ഛുഭം അഗ്നിർവായുശ്ച സോമശ്ച കർമ്മണാം ഫലഭാഗിനഃ. ഈ കർമ്മഭൂമിയെ പ്രാപിച്ചിട്ട് ശുഭമായ കർമ്മം എന്താണോ അത് കർത്തവ്യമാണ്. അഗ്നി, വായു, ചന്ദ്രൻ എന്നിവർ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവരായി തീരുകയും ചെയ്യും. ശതം ക്രതൂനാമാഹൃത്യ ദേവരാട്രിദിവം ഗതഃ തപാംശുഗ്രാണി ചാസ്ഥായ ദിവം യാതാ മഹർഷയഃ. 100 യാഗങ്ങളെ ചെയ്ത് ദേവേന്ദ്രൻ ആ പദവിയെ നേടി. ഉഗ്ര തപസ് ചെയ്ത് മഹർഷിമാർ ദേവലോകത്തെ പ്രാപിച്ചു. അമൃഷ്യമാണ പുനരുഗ്രതേജാഃ നിശമ്യ തന്നാസ്തിക വാക്യഹേതും അധാബ്രവീതം നൃപതേസ്തനൂജ വിഗർഹമാണോ വചനാനി തസ്യ. ഇങ്ങനെ പറഞ്ഞ് വീണ്ടും നല്ലപോലെ ചിന്തിച്ച് ഉഗ്ര തേജസ്വിയായ ആ ശ്രീരാമൻ രാജപുത്രൻ നാസ്തികന്റെ വാക്യങ്ങളെ നിന്ദിച്ചുകൊണ്ട് ഇപ്രകാരം തുടർന്ന് പറഞ്ഞു. സത്യം ച ധർമ്മം ച പരാക്രമം ച ഭൂതാനുകമ്പാം പ്രിയവാദിതാം ച ദ്വിജാതിദേവാതിഥി പൂജനം ച പന്ഥാനമാഹുസ്ത്രിദിവസ്യ സന്തഃ. സത്യം, ധർമ്മം, പരാക്രമം, ഭൂതാനുകമ്പ, ശ്രദ്ധിക്കണേ, പ്രിയവാദിത, അതിഥിപൂജനം, ബ്രാഹ്മണപൂജനം, ദേവപൂജനം, ഇവയാണ് ശ്രേഷ്ഠ ലോകങ്ങളെ പ്രാപിക്കാനുള്ള മാർഗങ്ങളായി മഹർഷിമാർ പറയുന്നത്. എത്താണല്ലോ. തേനൈവമാജ്ഞായ യഥാവദർത്ഥം ഏകോദയം സംപ്രതിപദ്യ വിപ്രാഹ ധർമ്മം ചരന്തഃ സകലം യഥാവത് കാംക്ഷന്തി ലോകാഗമപ്രമത്താഹ. അതുകൊണ്ട് വിപ്രന്മാർ വേദ പാഠം ചെയ്യുന്നവരാണ്. വേദപഠനം ചെയ്യുന്നവരായ വിപ്രന്മാർ ധർമ്മത്തെയും അർത്ഥത്തെയും ശരിക്ക് മനസ്സിലാക്കിയിട്ട് സകലത്തെയും പ്രമാദമില്ലാതെ
അനുഷ്ഠിച്ചുകൊണ്ട് ലോകഗതിയെ പ്രാപിക്കുന്നു. വ്യക്തമാണേ? ഇനിയാണ് ഈ മാധ്യമത്തിലൊക്കെ വരുന്ന ഭാഗം ശ്രദ്ധിക്കുക. നിന്ദാമ്യഹം കർമ്മ പിതുഃകൃതം തത് യസ്ത്വാമഗൃഹ്ണാത് വിഷമസ്തബുദ്ധിം ബുദ്ധ്യാനയൈവം വിധയാചരന്തം സുനാസ്തികം ധർമ്മപഥാദപേദം. നാസ്തികനും, നാസ്തികൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയ്യേ, ഒരിക്കലുമല്ല. നിരീശ്വരവാദിയാണ് ഇന്നത്തെ കാലത്ത് നാസ്തികൻ. നമ്മുടെ ആചാര്യന്മാർ നിരീശ്വരവാദിയെ നാസ്തികൻ എന്ന് പറഞ്ഞിട്ടില്ല. വേദത്തെ നിഷേധിക്കുന്നവരാണ് നാസ്തികൻ. വേദനിഷേധിയെയാണ് നാസ്തികൻ എന്ന് പറയുക, അല്ലാണ്ട് ഈശ്വര നിഷേധിയല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? സാഖ്യന്മാരും ഒക്കെ അങ്ങനെയാണെന്ന് പറയേണ്ടി വരും. ഒരിക്കലുമല്ല, വേദനിഷേധികളാണ്. അപ്പം വേദനിഷേധികളായ നാസ്തികൻ. അപ്പം നാസ്തികനും അതുകൊണ്ട് തന്നെ ധർമ്മപദത്തെ ഉപേക്ഷിച്ചവനും ധർമ്മമാർഗത്തെ ഉപേക്ഷിച്ചവനുമായ ബുദ്ധിയോടൊത്ത, ധർമ്മമാർഗത്തെ ഉപേക്ഷിച്ചവനും നാസ്തികനുമായ നിന്നേന്നർത്ഥം. ഇപ്രകാരമുള്ള ബുദ്ധിയോടുകൂടി ചരിക്കുന്നവനുമായ നിന്നെ ഈ സ്ഥാനത്ത് ഇരുത്തിയ അച്ഛൻ്റെ കർമ്മത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ നിന്ദിക്കുന്നു. അച്ഛനെ നിന്ദിക്കുന്നു എന്നാണ് ചിലർ എഴുതിയിട്ടുള്ളത്. അച്ഛനെ നിന്ദിക്കുന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരാളെ ഒരു ഉപദേഷ്ടാവായി അപ്പോയിന്റ് ചെയ്ത അച്ഛൻ്റെ കർമ്മത്തെ ഞാൻ നിന്ദിക്കുന്നു. മനസ്സിലായില്ല? അത് അടുത്ത ശ്ലോകം. അടുത്തതാണ് ഇതിൽ ഈ ചോദ്യത്തിൽ ഉന്നയിച്ച ചോദ്യം. യഥാഹി ചോര സ തഥാഹി ബുദ്ധ തഥാ ഗതം നാസ്തികമത്ര വിദ്ധി തസ്മാദ്ധിയ ശങ്ക്യതമപ്രജാനാം ന നാസ്തികേനാഭിമുഖോ ബുധ സ്യാത്. യഥാഹി ചോര, എപ്രകാരമാണോ ചോരൻ. ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ. അപ്പോൾ ഒരു കള്ളൻ എങ്ങനെയാണോ തഥാഹി അപ്രകാരം തന്നെ ബുദ്ധ, ബുദ്ധനായിരിക്കുന്ന അറിവുള്ളവനായ നീ. പണ്ഡിതന്മാരുടെ സഭയിലാണല്ലോ. അപ്പൊ ബുദ്ധനായിരിക്കുന്ന നീ എങ്ങനെയാ വ്യവഹരിക്കണത്? യഥാഹി ചോര. അതെങ്ങനെയാ ചോരൻ എന്ന് പറഞ്ഞത്? വല്ല മോഷ്ടിച്ചോ? പ്രമാണമുണ്ട്, പറഞ്ഞുതരാം. അങ്ങനെ ബുദ്ധനായ അറിവുള്ളവനായ നീ നാസ്തികം തഥാ ഗതം, നാസ്തികനായി പ്രാപിച്ച, അപ്രകാരം നാസ്തികവാദത്തെ പ്രാപിച്ചവനായിരിക്കുന്നവനാണ് നീ. അതുകൊണ്ട് ശങ്ക്യതമാ, നിന്നെക്കുറിച്ച് ശങ്കിക്കേണ്ടതാണ്, നിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ശങ്കിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ നാസ്തികേന ന അഭിമുഖ ബുധ, വിവേകമുള്ളവർ നാസ്തികന്മാരോട് കൂടിച്ചേരുകയില്ല. അപ്പം നീ നാസ്തികവാദം പറഞ്ഞു, അതുകൊണ്ട് നിന്നോട് കൂടിച്ചേരാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയില്ല. അപ്പം നിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് ശങ്ക്യതമാഹ, ശങ്കിക്കേണ്ടതാണ്. എന്താ കാരണം? നാസ്തികം ഗതം, നാസ്തികതയെ നീ പ്രാപിച്ചിരിക്കുന്നു. അപ്പം എന്ത് വരും? യഥാഹി ചോര തഥാഹി ബുദ്ധാപി, ബുദ്ധനാണെങ്കിലും ചോരനായി കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. അറിവുള്ളവനാ നീ, അതിൽ സംശയമൊന്നുമില്ല. ബുദ്ധനാണെന്നുള്ളത് സംശയമില്ല. മനസ്സിലായില്ല? വേദാന്തത്തിൽ ബുദ്ധശബ്ദം കാണുന്നതൊക്കെ ശ്രീബുദ്ധനെ കൊണ്ടാ? അല്ല, അറിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ബുദ്ധൻ അറിവുള്ളവൻ. ഇവിടെ എങ്ങനെയാണ് ചോരൻ എന്ന് പറയാന്ന് വെച്ചാൽ, യോന്യഥാ സന്തമാത്മാനം അന്യഥാ സത്സു ഭാഷതേ സ പാപകൃത്തമോ ലോകേ സ്തേന ആത്മാപഹാരകഃ എന്ന് മനു പറഞ്ഞിട്ടുണ്ട്. അതായത്
ഉള്ളിലുള്ളത് ഒരു തരത്തിലും പുറത്ത് മറ്റൊരു തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും വലിയ പാപിയാണ്, അവൻ കള്ളനാണ് എന്ന് പറയപ്പെടേണ്ടതാകുന്നു. ഈ പ്രമാണം അനുസരിച്ചാണ് രാജസദസ്സിലെ ഗുരുനാഥനായിട്ടും നാസ്തികവാദം പറഞ്ഞ നീ ചോരനാണെന്ന് പറഞ്ഞു. ഇതാണ് അവിടെ ചെയ്യേണ്ടുന്ന വ്യാഖ്യാനം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇത് പറയുമ്പോഴത്തേക്ക് ഉടനെ യൂട്യൂബിൽ നിന്നാണുള്ളത് വന്നിട്ടുള്ളത്. ഉടനെ വരും വ്യാഖ്യാന ഫാക്ടറി, ചാണകം കള്ളം പറഞ്ഞു എന്നു, ചാണകസ്വാമി അസത്യം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ വരും. ഇതിൻ്റെ അടിയില്ല, ഒരു വിരോധമില്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ബുദ്ധൻ എത്രയോ ആയിരം മുമ്പ് എഴുതപ്പെട്ട രാമായണത്തിൽ ബുദ്ധന് ശ്രീബുദ്ധനെ കൊണ്ട് നിന്ദിക്കുമോ? ഇനി ശ്രീബുദ്ധന് ബുദ്ധൻ എന്ന് പറയണത് സ്വയം ഉണ്ടാക്കിയ പേരാ? അദ്ദേഹം അറിവുള്ള ആളായതുകൊണ്ട് സംസ്കൃതത്തിൽ അദ്ദേഹത്തിന് ബുദ്ധൻ എന്ന് പേര് കൊടുത്തതാ. അദ്ദേഹത്തിൻ്റെ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. സിദ്ധാർത്ഥൻ തപസ് ചെയ്ത് ജ്ഞാനിയായപ്പോൾ ഇവിടുത്തെ സംസ്കൃത പാരമ്പര്യം അനുസരിച്ച് അദ്ദേഹത്തിന് ബുദ്ധൻ എന്ന് പേര് കൊടുത്തതാ. അല്ലാണ്ട് ബുദ്ധൻ എങ്ങനെ ഉണ്ടായി? അപ്പൊ ബുദ്ധൻ ജ്ഞാനിയാ. ആയിരക്കണക്കിന് ശ്രുതി സ്മൃതി സന്ദർഭങ്ങൾ കാണിച്ചു തരാം ജ്ഞാനി എന്നുള്ള അർത്ഥത്തിൽ ബുദ്ധൻ എന്ന് പ്രയോഗിച്ചത്. അതൊക്കെ ശ്രീബുദ്ധനാന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒറ്റ പ്രശ്നമുണ്ട്. ഇവിടെ തഥാ ഗതം എന്ന് രണ്ടാക്കി ഉള്ള ശബ്ദങ്ങളെ ചേർത്ത് കഴിഞ്ഞാൽ തഥാഗതം എന്നാവും. അങ്ങനെ തഥാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീബുദ്ധനെ എന്ന്. തഥാഗതൻ എന്നുള്ളത് ശ്രീബുദ്ധനാണല്ലോ. അതിപ്പോ ച രമന്തി ച എന്നൊക്കെ പറഞ്ഞാൽ ചരമന്തി എന്നുള്ള വായിച്ച അങ്ങനെ ഉണ്ടാവും. ഭക്തന്മാർ ആനന്ദിക്കുന്നു എന്ന് പറയുന്നിടത്ത് രണ്ട് ശബ്ദങ്ങളെ ചേർത്ത് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നീ ശങ്ക്യതമനാണ് എന്നാണ്. ഇനി ഇത് ശ്രീബുദ്ധനെ കുറിച്ച് തന്നെയാണെന്ന് ആരെങ്കിലും ഉറപ്പിക്കുകയാണെന്ന് വെച്ചാൽ പ്രക്ഷിപ്തമാണ്. കാരണം വാൽമീകി ബുദ്ധൻ എത്രയോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ്. പിന്നെ എങ്ങനെയാണ് ബുദ്ധനെ നിന്ദിച്ചെഴുതുക? അപ്പോൾ പിൽക്കാലത്ത് ബൗദ്ധനിരാശപരമായ കൃതികൾ വന്ന കാലഘട്ടത്തിൽ ചേർക്കപ്പെട്ട പ്രക്ഷിപ്തമായിരിക്കും. ഇവിടെ മറ്റൊന്നും നമ്മൾ വ്യാഖ്യാനം വായിക്കുന്നില്ല. എന്നാൽ വിദ്വത് വരിഷ്ഠനായിരുന്ന GS ശ്രീനിവാസ അയ്യർ 1940 പ്രസിദ്ധീകരിച്ച പുസ്തകമാണത്. അതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതെന്ന് കേൾക്കും. അന്ന് ഇവരൊന്നുമില്ലല്ലോ, ഇന്നത്തെ ഈ വിമർശകന്മാർ, ഇന്നത്തെ വാദഗതിക്കാരൊന്നും ഇല്ലല്ലോ. 1940 അദ്ദേഹം എഴുതിയ വ്യാഖ്യാനം. യോന്യഥാന്ത സന്തമാത്മാനം അന്യഥാ സത്സു ഭാഷതേ സ പാപകൃത്തമോ ലോകേ സ്തേന ആത്മാഹപകാരഹ എന്നിത്യാദി മനുവചനപ്രകാരം ആത്മാവിനെ നിരസിക്കുന്നവൻ സ്തേനൻ ചോരൻ ആകുന്നു. അവന് പരഗതിയില്ലെന്ന് ഈ ശ്ലോകത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ ബുദ്ധൻ എന്നതിന് ശാക്യമുനിയെന്നും തഥാഗതം എന്നതിന് ബുദ്ധമതം എന്നും മറ്റും അർത്ഥം പറഞ്ഞ് ബുദ്ധമതത്തെ നിന്ദിക്കുന്നതായ ശ്ലോകമാകുന്നു ഇത് എന്നാകുന്നു പലർക്കും അഭിപ്രായം. ഈ അർത്ഥത്തെ സ്വീകരിച്ചവരായ ചിലർ ബുദ്ധമത ശത്രുക്കളായവരാൽ പ്രക്ഷിപ്തമായ ശ്ലോകമാകുന്നു ഇത് എന്നും അഭിപ്രായപ്പെടുന്നു. എന്തെന്നാൽ ബുദ്ധൻ ജീവിച്ചിരുന്നതും ബുദ്ധമത പ്രചാരവും രാമായണത്തിന് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാകയാൽ ഇത് വാൽമീകി പ്രണീതമായിരിക്കാൻ തരമില്ല എന്ന് അവരുടെ പക്ഷം. ഇത് എപ്പോഴെത്തിയതാ? 1940 പബ്ലിഷ് ചെയ്തതാണ്. എഴുതിയത് നമുക്കറിയില്ല. ഇത് പുസ്തകം അച്ചടിച്ച് പുറത്തിറക്കിയത് 1940. അത് ശ്രദ്ധിക്കുക. ത്വത്തോ ജനാ പൂർവതരേ വരാശ്ച ശുഭാനി കർമാണി ബഹൂനി ചക്രു ജിത്വാ സദേമം ച പരം ച ലോകം തസ്മാദ്വിജാ സ്വസ്തി ഹുതം കൃതം ച. അതുകൊണ്ട് അങ്ങയേക്കാളും യോഗ്യന്മാരും ശ്രേഷ്ഠന്മാരുമായ പണ്ഡിതന്മാർ ഇതിനു മുമ്പ് വളരെ സുഖമായി ഈ ലോകത്തിൽ ജീവിച്ച് യാഗാദി കർമ്മങ്ങളെ ചെയ്ത് ദാനം ചെയ്ത്
പല ശുഭകർമ്മങ്ങളെയും ചെയ്തിട്ടുണ്ട്. അങ്ങും ആദ്യത്തെ ആചാര്യൻ അങ്ങല്ല. അങ്ങേക്ക് മുമ്പ് എത്രയോ ആചാര്യന്മാർ ഈ ലോകത്തിൽ ധാർമ്മികങ്ങളായ കർമ്മങ്ങളെ ചെയ്തിട്ടുണ്ട്. ധർമ്മേ രതാ സത്പുരുഷൈ സമേതാഃ തേജസ്വിനോ ദാനഗുണപ്രധാനാഃ അഹിംസകാ വീതമലശ്ച ലോകേ ഭവന്തി പൂജ്യാ മുനയപ്രധാനാഃ. തേജസ്വികളും ധർമ്മരഥന്മാരും സത്പുരുഷന്മാരോട് ചേരുന്നവരും ദാനഗുണസമ്പന്നരും അഹിംസകന്മാരും അശുദ്ധിയില്ലാത്തവരും ആയ മുനിമാരാണ് ലോകത്തിൽ പൂജിക്കപ്പെടുന്നത്. ഇതി ബ്രുവന്തം വചനം സരോഷം രാമം മഹാത്മാനമദീനസത്വം ഉവാച തഥ്യം പുനരാസ്തികം ച സത്യം വച സാനുനയം ച വിപ്രഹ. ഇപ്രകാരം രോഷത്തോടുകൂടി പറയുന്ന മഹാത്മാവായ തേജസ്വിയായ രാമനോട് തഥ്യമായ വിനയപൂർവമുള്ള വാക്യത്തെ ആ വിപ്രൻ പറഞ്ഞു. ആര്? ജാബാലി. ജാബാലി രാമൻ്റെ അടുത്ത് പറയുകയാണ്. എന്താ പറയണത് നോക്കൂ. ന നാസ്തികാനാം വചനം ബ്രവീമ്യഹം ന നാസ്തികോഹം ന ച നാസ്തി കിഞ്ചന സമീക്ഷ്യ കാലം പുനരാസ്തികോ ഭവം ഭവേയ കാലേ പുനരേവ നാസ്തികഃ. ഞാൻ നാസ്തികന്മാരുടെ വാക്യത്തെ പറയുന്നില്ല. ഞാനൊട്ട് നാസ്തികനുമല്ല. എനിക്ക് സ്വന്തമായി ഒന്നും കിട്ടാനും ആഗ്രഹമില്ല. പിന്നെ കാലത്തെ സമീക്ഷിച്ച് നോക്കി ആസ്തികനായ ഞാൻ നാസ്തികനെ പോലെ നിന്നോട് സംസാരിച്ചതാണ്. എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ രാമ. എന്താണ്? നീ ഒന്ന് നാട്ടിലേക്ക് ഈ കാടിൻ്റെ കഷ്ടപ്പാടൊക്കെ ഉപേക്ഷിച്ച് അപ്പം എന്ത് പറഞ്ഞാലാണോ നീ ഒന്ന് പിന്തിരിയുക, അതിനുവേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചു നോക്കിയതാ. അത്രയേ ഉള്ളൂ. സചാപി കാലോയമുപാഗതശനൈ യഥാമയാ നാസ്തികവാഗുദീരിത നിവർത്തനാർത്ഥം തവ രാമകാരണാത് പ്രസാദനാർത്ഥം തു മയൈതീരിതം. ഹേ രാമ, നിന്നെ ഈ സമയം നാസ്തികവാദം പറയേണ്ട സമയം എനിക്ക് വന്നു ചേർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഹേ രാമ, നിന്നെ വനവാസത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശ്യം വെച്ചിട്ടാണ് നിന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാനിതൊക്കെ പറഞ്ഞത്. ഇതാണ് അയോധ്യാകാന്ഡത്തിലെ 109 സർഗം. ഇത് ഇങ്ങനെ ഒരു രാമായണം തുടങ്ങിയ നമ്മുടെ സനാതനധർമ്മ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാനും വളച്ചൊടിക്കാനും ഇങ്ങനെ പംക്തികൾ എഴുതുമ്പോൾ നമുക്ക് ഇതുപോലെ എത്ര പംക്തികൾ എഴുതാനുള്ള കഴിവുണ്ട്? എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പരസ്പരം പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുകയാണോ വേണ്ടത്? അല്ല, അറിയില്ല. ആണെങ്കിൽ പറയാം, ഇഷ്ടം പോലെ ഉണ്ട്. 100 കണക്കിനുണ്ട്. ഖുറാനിലുണ്ട്, ഹദീസുകളിലുണ്ട്. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. അതൊക്കെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള വാക്കുകളാണ്. ഇന്നത്തെ കാലത്ത് ഇന്നെന്താണോ അഭികാമ്യം അത് സ്വീകരിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അതേ പറയാനുള്ളൂ. അതുകൊണ്ട് ഓരോ മതവും ഓരോ വിശ്വാസവും ശ്രേഷ്ഠമായി മാനിക്കുന്നതിനെ അസ്ഥാനത്ത് അപ്രകൃതത്തിൽ അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് നിന്ദിക്കാമെന്നാണ് വിചാരിക്കണതെങ്കിൽ അത് അനർത്ഥത്തിന് മാത്രമേ ഉപകരിക്കൂ. കാരണം അത് എല്ലാവർക്കും ചെയ്യാം. അതല്ല വേണ്ടത്. മാത്രമല്ല, ഇതൊക്കെ ഈ ശബ്ദങ്ങളെ തോന്നിയോണം വ്യാഖ്യാനിച്ച് വികലമാക്കരുത്. തഥ എന്നും ഗതം എന്നും ഉള്ള 2 ശബ്ദങ്ങളെ തഥാഗതം, അതുകൊണ്ടത് ബുദ്ധനെയാണ് എന്ന് പറയുക. ബുദ്ധ എന്നുള്ള പദത്തിന് ശ്രീബുദ്ധൻ എന്നാണ് അർത്ഥം എന്ന് പറയുക. എന്നിട്ട് ഇത് ബുദ്ധനെ നിന്ദിച്ചിരിക്കുകയാണ് രാമൻ എന്ന് പറയുക. എന്തൊരു കഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ പ്രക്ഷിപ്താണ്. കാരണം ശ്രീരാമനും എത്രയോ 1000 വർഷങ്ങൾക്ക് മുൻപ്, ബുദ്ധനും എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പാണ് വാൽമീകി രാമായണം രചിക്കപ്പെട്ടിട്ടുള്ളത്. പിൽക്കാലത്തെ രാമായണങ്ങളിൽ ഇങ്ങനെ കണ്ടു പറഞ്ഞാൽ നമുക്ക് പിന്നെയും അംഗീകരിക്കാം. ഇതാണ് ആ ചോദ്യത്തിന് നമ്മൾ മറുപടി മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് വിമർശനം എന്നുള്ള ഉദ്ദേശത്തിൽ പരസ്പരം എഴുതാൻ തുടങ്ങിയാൽ കലുഷിതമായ സാഹചര്യമാണ് ലോകത്തിലുണ്ടാവുക. നന്മയുടെ അംശങ്ങൾ സ്വീകരിക്കാനും കാണാനും പഠിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. അത്രയും ആ വിഷയത്തിൽ പറയാനുള്ളൂ. സന്തോഷം. ഓ